ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാവർക്കും സുഖമല്ലേ? കനേഡിയൻസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, വളരെ പ്രഷ്യസ് ആയിട്ടാണ് ഇവരൊരു കുട്ടിക്ക് ജന്മം കൊടുക്കണേ. സംഭവം നമ്മൾ പറയും അവിടെ പോയി ഇവിടെ പോയി അപ്പനാരാന്ന് അറിയില്ല എന്നൊക്കെയും പറയും. പക്ഷേ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അവരെ കൊച്ചിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ദിവസവും എന്ന് പറഞ്ഞ മാതിരി അത് ആസ്വദിച്ച് അവരത് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് അത്രയും പ്രിപ്പയർ ആയിട്ട് അവർ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ട് പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ 2 ആഴ്ച 3 ആഴ്ചയായിട്ട് നടന്ന സംഭവങ്ങൾ ഇവർക്ക് ശരിക്ക് ഒന്ന് ഞെട്ടലായിട്ടുണ്ട്. കാരണം ഇവർ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നോ ഈ ഒരു കാര്യം നമ്മുടെയൊക്കെ പെണ്ണുങ്ങൾ കൂളായിട്ട് എനിക്ക് നിശ്ചയമുള്ള മക്കളെ എന്നും പറഞ്ഞിട്ട് കുടുംബത്തിൽ തന്നെ പ്രസവിച്ചിട്ട് സിമ്പിളായിട്ട് കൊച്ചിനെ കൊണ്ടുപോയിട്ട് ട്രക്ക് അപ്പുറത്തുള്ള കാട്ടി കൊണ്ട് കളഞ്ഞിട്ട് കയ്യും തട്ടി പോന്നു. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പ് നോവസ്കോഷ്യയിൽ ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടിയാണ് ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എടുത്തേക്ക് വന്നു. അങ്ങനെ ഡോക്ടർ പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വെറും ബ്ലീഡിങ് അല്ലല്ലോ, എന്തൊക്കെയോ കുറച്ചും കൂടിയും കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചോദിച്ചു പിടിച്ചപ്പോഴേക്കും കൊച്ചിൻ്റെ നില ഭയങ്കര വഷളായി. അങ്ങനെ കൊച്ചിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ പിടിച്ചു വന്ന് പ്രസവം കഴിഞ്ഞു എന്ന് മനസ്സിലായി. ജന്മം ചെയ്ത ഈ ക്രാവ് പറയില്ല, ബേബി എവിടെയും ചോദിച്ചാൽ അവൾ മിണ്ടില്ല. അങ്ങനെ കിടന്ന് 3 ദിവസം ഈ ഹോസ്പിറ്റൽ അധികൃതരും അതുപോലെ തന്നെ പോലീസുകാരും മെനക്കെട്ട് ചോദിച്ചു, ഒരക്ഷരം മിണ്ടില്ല. 3ൻ്റെ അന്ന് പിന്നെ അവൾ കൂടുതൽ പറയണ്ടാവുന്നില്ല, നേരെ പോയി പരലോകത്തേക്ക്. അവളങ്ങ് മരിച്ചു. ഇവളുടെ കൂടെ ഒരുത്തുണ്ട്, ഇവളുടെ കസിനാണ് അല്ലെങ്കിൽ റിലേറ്റീവാണ്, റിലേഷനിലാന്നെങ്കിലും പറഞ്ഞ് നിൽക്കുന്ന ഒരുത്തൻ ഇവനെ പൊക്കി. അങ്ങനെ ഇവനും അറിയില്ല എന്ന് തന്നെ പറയണേ. അവസാനം പോലീസ് തന്നെ ഇടപെട്ടിട്ട് ഒറ്റയ്ക്ക് കണ്ട് തെരഞ്ഞു. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവർ തെരഞ്ഞു. വീടിനകത്ത് പാർക്കുണ്ട്, അപ്പുറത്തൊരു ട്രെയിലുണ്ട്, തോടും തേങ്ങമാങ്ങിക്കുണ്ട്, ഫുൾ അരിച്ചു പറക്കി. 3ാമത്തെ ദിവസം ഒരു കാട്ടീന്ന് കുറച്ചങ്ങോട്ട് പോയിട്ടുള്ളൊരു കാട്ടീന്ന് ഈ കുട്ടിയുടെ ബോഡി കിട്ടി. പിന്നെ പോലീസുകാർ വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ ചെക്കനാണ് കൊണ്ടുപോയിട്ട് ഇത് കൊച്ചിനോട് ഇട്ടിട്ട് പോന്നേ എന്നുള്ള ഒരു ഇതുവരെ കിട്ടി. ഇത് കാനഡയാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ മാതിരി അന്തിച്ചർച്ചകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പരിധി വിട്ടാൽ പിന്നെ പ്രൈവസി കൺസേണായ കാര്യങ്ങളായി പിന്നെ ഇതൊന്നും പുറലോകം വരില്ല. ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ന്യൂസിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇപ്പോൾ നോസ്കോഷ്യയിൽ മാത്രം പോരാ, ഞങ്ങൾക്ക് ഇവിടെ ടൊറൻറ്റോയിൽ അത്ര മോശമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ബ്രാംപ്ടണിൽ അടുത്ത ഒരു ഇതേ പിടിച്ചോ. ഇതേമാതിരി ഇവരേതാണ്ട് ചോറിനുള്ള ലാഘവത്തിലാണ് നൈസായിട്ട് കുടുംബത്തിൽ നിന്ന് പ്രസവിക്കണേന്ന് പറയില്ലേ. വീട്ടിലിരുന്ന് ഇതേമാതിരി പ്രസവിച്ചു, അവളെ കൊച്ചിനെ ഡിസ്പോസ് ചെയ്യാൻ നോക്കി, എന്തോ ഉണ്ടായി, കൊച്ചു മരിച്ചു എന്ന് തോന്നും. ആ സമയത്ത് അയൽവാസികൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ദേ പൊക്കി. ഇപ്പോൾ അവൾ പിന്നെ മരിച്ചിട്ടില്ല, അവൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഇവിടെ വന്നിട്ട് കഞ്ചാവ് അടിച്ചിട്ട് കള്ളും കുടിച്ചിട്ട് കാമപ്രാന്ത് തീർത്തിട്ട് വയറ്റിലാക്കി ഇങ്ങനെ ആക്കി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനും ഇങ്ങനെ തന്നെ വിചാരിച്ചേ. പക്ഷേ ഞാൻ കുറച്ച് വേറെ ന്യൂസുകളും കൂടി ഇതിൻ്റെ പിന്നാലെ നമ്മൾ മെനക്കെട്ടിരുന്ന് ഒബ്സർവ് ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികളുടെ അവസ്ഥകളെ ചൂഷണം ചെയ്യുന്ന പല പല മെത്തേഡുകളുണ്ട് ഇവിടെ. PR കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരിക്കലും ഇവർക്ക് അൺവാണ്ടഡ് ചൈൽഡ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവം ആകുമ്പോൾ ഇവർ കൊണ്ട് കളയണേ. ഇവർക്ക് ഇത് പുറത്ത് പറയാൻ പറ്റില്ല, വീട്ടുകാരോട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഈ കേസ് പറഞ്ഞുതരാം. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൊണ്ട് ടീമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ നമ്മൾ ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. വെൽ സെറ്റപ്പിൽ ഭയങ്കര ലെവലിൽ സപ്പോർട്ട് ചെയ്യും. അപ്പാർട്ട്മെൻറ്റിലേക്ക് ഫ്രീ ആയിട്ട് എടുക്കും, മനസ്സിലായില്ലേ? 100% ഫ്രീയാണ്. ഒരു 6-7 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലങ്ങളാവാൻ വേണ്ടിയില്ല, ഒരൊറ്റ സുപ്രഭാതത്തിൽ സാധനം ടപ്പ് കട്ട് ചെയ്യും. ഈ ബെനിഫിറ്റാണ് കട്ട് ചെയ്തിട്ട് പിന്നെ ഇവരോട് പറയും ഇനി കാശൊന്നുമില്ല, ഇനി നിങ്ങൾ പതുക്കെ ഇറങ്ങിക്കോ. ഏത് പരിപാടിക്ക് ഇറങ്ങിക്കോളാൻ പറയും, പ്രോസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങിക്കോളാൻ പറയും, ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് വേണ്ടിയിട്ട് അവരെ കമ്പൽ ചെയ്യും. അങ്ങനെ ഈ ട്രാപ്പിൽ പെട്ടുപോകുന്ന കുറച്ച് അവസ്ഥകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുട്ടികളെയാണ്. ഈ 2 പെൺകുട്ടികൾക്കും 23 വയസ്സാണ് പ്രായം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കളെ പല രീതിയിലും ഇവിടെ ഷുഗർ ഡാഡി, പിന്നെ വാടക വേണ്ട, ഫ്രീ ആയിട്ട് താമസിച്ചോ വീട്ടിൽ, ഇടയ്ക്ക് ഞങ്ങൾ വന്നിട്ട് എല്ലാം ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നോളാന്ന് പറയുന്ന പരിപാടിയുള്ള ഞാൻ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പല പല അഭ്യാസങ്ങളുണ്ട് ഇവന്മാരുടെ കയ്യിൽ. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഓരോ ട്രാപ്പിലും പോയിട്ട് പെടുന്ന കുട്ടികളാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരണേ.
എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രേ ഉള്ളൂ, നമ്മുടെ മക്കള് ഇപ്പോഴേക്കും എന്താ പറയുക, ഈ പറഞ്ഞ കാനഡ ഓസ്ട്രേലിയ ഒന്നും ആരും വരണമെന്നില്ല, ആർക്കും വേണ്ടപ്പോ. പക്ഷേ എല്ലാവർക്കും വേണ്ട ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് മെനക്കെട്ട് കുറ്റം പറിച്ച് വന്നുള്ള കുറെ പിള്ളേരുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബന്ധുക്കൾ സ്വന്തക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട്സും ഈ കാണുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്ന ആൾക്കാർ ചില സമയത്തൊന്ന് പാളും. ആ സമയത്ത് അവർ വീണ് പോവാതിരിക്കാനായിട്ട് കുടുംബത്തിനുള്ള സപ്പോർട്ട് കൊടുക്കണം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു പയ്യനൊരു പ്രശ്നം വന്നപ്പോൾ അമ്മ കിടന്ന് ഭയങ്കരമായിട്ട് കലി തുള്ളി, ആ ചൂലയ്ക്ക് എടുത്ത് ഭദ്രകാളി തുള്ളിയിരുന്നു. പക്ഷെ അപ്പം കുറച്ചും കൂടി ഇതിൽ പറഞ്ഞു, നീ ഇങ്ങോട്ട് വായോ നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ട് വിളിച്ചു. ഈ ഒരു വിളി, ഈ ഒരു ചേർത്ത് നിർത്തല്, നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും തട്ടുകേട്, അവരുടെ വർത്താനത്തിൽ വല്ല പന്തികേട് ഉണ്ടെങ്കിൽ നീ ഇത്ര മെനക്കിട്ട് ഇപ്പോൾ PR കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഇക്കണ്ട കഷ്ടപ്പെട്ടിട്ട് പോയി അപ്പുറത്തുള്ള എല്ലാവർക്കും PR കിട്ടി, നിങ്ങൾക്ക് എന്താ കിട്ടാത്ത, നിന്റെ കഴിവേടല്ല, നാട്ടുകാരെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കുക, ലോൺ എങ്ങനെ അടയ്ക്കുക, ഇതൊക്കെ ശരിയാ. പക്ഷേ നമ്മൾ ജന്മം കൊടുത്തുള്ള മക്കളെക്കാട്ടും വലുതല്ല നാട്ടുകാരെ മുഖത്തേക്ക് നോക്കണതും ബാങ്കിലെ ലോണും. മനസ്സിലാവണ്ട? മക്കളേക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള കുട്ടികളാണ് ഇങ്ങനത്തെ കേസിലേക്ക് പെട്ട് കഴിഞ്ഞിട്ട് ഒരു വാക്കും മിണ്ടാതെ. ഒന്ന് ആലോചിക്കുക, ഒരു ഗർഭം എന്ന് പറഞ്ഞാൽ 9-10 മാസം വാട്ടവർ പെറ്റ തള്ള പോലും അറിയാതെ, അല്ലെങ്കിൽ എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് ഗർഭിണികളാകുമ്പോൾ പെൺപിള്ളേരൊക്കെ ഒന്ന് തുടുക്കും. എൻ്റെ ഭാര്യയോട് പ്രസവിച്ചേക്കണല്ലേ, അതുപോലും ഈ വീട്ടുകാരുടെ ഇടയിൽ നിന്ന് മറച്ചു വെച്ചിട്ട് കൂളായിട്ട് അവർ പ്രസവിച്ചു എന്നുള്ളതാണ്. ഒരു പെണ്ണ് പിന്നെ മരിച്ചു. ഇപ്പോൾ അത് ആരോടും പറയാൻ പറ്റില്ല, നാട്ടുകാർ ഇങ്ങനത്തെ എന്താ പറയുക നാണക്കേടല്ലേ എന്നൊക്കെ വിചാരിച്ചപ്പോൾ പിന്നെ ആരും അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത്തെ പെണ്ണ് ഇപ്പോൾ ഇവിടെ പോലീസ് കേസിലാണ് ജയിലിൽ കിടക്കണേ. അപ്പം നമ്മളിതിനെ വെറുതെ മറ്റേ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഡിപ്രഷനൊക്കെ ഉണ്ടല്ലോ, അതിന് പേര് മറന്നുപോയി, ഇതാണെന്നെങ്കിലും പറയും. ഒരു പക്ഷേ ശരിയാവും. പക്ഷെ ഇത് ഒളിച്ചു വെച്ച് പ്രസവിക്കുന്നത് ആ ഡിപ്രഷൻ്റെ ഭാഗമാണോ? അല്ല, അത് അവരുടെ അവസ്ഥകളെ പലരും ചൂഷണം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ അവസ്ഥയിൽ അവർ നിൽക്കുന്ന സമയത്ത് അവർക്കുള്ള സപ്പോർട്ട് നന്നായിട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഇത് കേൾക്കുമ്പോൾ എനിക്കും തോന്നിയത് ഇത് വല്ലാണ്ട് കഴപ്പം മോതിട്ട് ഒപ്പിച്ച പണിയില്ലതാണ്. പക്ഷെ അടുത്ത ഇതിൻ്റെ വേറൊരു ലെവലിൽ നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ നമ്മുടെ പിള്ളേരെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കടിപിടിയുണ്ട്. അതിനുള്ള പല പല അഭ്യാസങ്ങൾ ഇവരിറക്കും. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വീണ് പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് ഈ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു വൈറസാണ്, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് കയറി വരണുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ PR-ൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റൊക്കെ ഒരുപാട് നിയമങ്ങൾ ഇങ്ങനെ ഡേ ടു ഡേ എന്ന് പറഞ്ഞവർ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ അറിയില്ല എന്താ കാണിക്കേണ്ടതെന്ന്. അപ്പോൾ പിന്നെ ഇവിടെ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേർക്ക് എന്താ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ വല്ല ഉൾക്കോഴി കൂടെ PR-ഒക്കെ ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട് ചാടി പോവും, അല്ലെങ്കിൽ ഒരു പെട്ടുപോവും. അപ്പോൾ ശ്രദ്ധിക്കുക. ഈ ബ്രാംപ്ടണിനകത്തുള്ള ആ നൈബർ പറയുന്നത് 52 ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്നൊക്കെയാണ് പറയണേ. ശരിക്കും ഒഫീഷ്യലി 2 പേരെ കണ്ടുള്ളൂ അത്ര അവിടെ ആ വീട്ടിൻ്റെ എടുത്തേക്കണത്. ഞാൻ പറഞ്ഞത് കാനഡയുടെ സ്ഥലം നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ കിട്ടില്ല. കിട്ടിയ ഇൻഫോർമേഷൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി.